വെൽക്കം ടു മൈ ചാനൽ. ഡിഗ്രി പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്. വീഡിയോ ഉപകാരമെന്ന് തോന്നിയാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ ഏത് നിശ്ചിത സമയത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ്? ആൻസർ ഓപ്ഷൻ എ 6 മാസം. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 243 ക്ലോസ് 3 പ്രകാരം ഒരു പഞ്ചായത്ത് പിരിച്ചുവിട്ടാൽ 6 മാസത്തിനകം പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം. എന്നാൽ പിരിച്ചുവിട്ട പഞ്ചായത്ത് നിലനിൽക്കേണ്ടിയിരുന്ന ബാക്കി കാലാവധി 6 മാസത്തിൽ കുറവാണെങ്കിൽ ആ കാലയളവിലേക്ക് ഒരു പഞ്ചായത്ത് രൂപീകരിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ആവശ്യമില്ല. പഞ്ചായത്തുകളുടെ കാലാവധി 5 വർഷമാണ്. പഞ്ചായത്ത് രാജിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച് ജവഹർലാൽ നെഹ്റു ആണ്. എന്നാൽ ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്ന റിപ്പൺ പ്രഭു ആണ്. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 40 ആണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി 73-ാം ഭേദഗതി 1992-ലാണ്. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24-നാണ്. ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് അറിയപ്പെടുന്നത് ഏപ്രിൽ 24-നാണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്ത് 1959 ഒക്ടോബർ 2-ന് രാജസ്ഥാനിലെ നാഗോർ ജില്ലയിലാണ്. ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വന്നത് ബൽവന്ത് റായ് മേത്തയുടെ ശുപാർശ പ്രകാരമാണ് 1957-ലാണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് 1986-ലെ LM സിംഗ്വി കമ്മിറ്റി. രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ തലവൻ PK തുംഗനാണ് 1989-ൽ. പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രി നരസിംഹറാവു ആണ്. പഞ്ചായത്ത് രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളാണ്: ആർട്ടിക്കിൾ 243A ഗ്രാമസഭയെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 243B പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 243C പഞ്ചായത്തുകളുടെ ഘടനയെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 243E പഞ്ചായത്തുകളുടെ കാലാവധിയെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 243G പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും പറയുന്നു. ആർട്ടിക്കിൾ 243I സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 243K പഞ്ചായത്ത് ഇലക്ഷൻ, അതായത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നു. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പാണ് 243A എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത്? ആൻസർ ഓപ്ഷൻ ഡി 4 മാത്രമാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 2. പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. 3. ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക. വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുക എന്നുള്ളത് പ്രിയാമ്പിളിലുള്ളതാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 42-ാം ഭേദഗതി 1976-ൽ. ഭരണഘടനയുടെ ഭാഗം 4A-ലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 51A. സുരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. മൗലിക കടമകൾ ഭരണഘടന ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. 42-ാം ഭരണഘടനാ ഭേദഗതി വഴി 1976-ൽ 10 മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഇന്ന് നിലവിൽ 11 മൗലിക കടമകളുണ്ട്. 11ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തിട്ടുള്ളത് 86-ാം ഭേദഗതി 2002-ലാണ്. അതുപ്രകാരം 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി കൂട്ടിച്ചേർത്തു. മൗലിക കടമകൾ നടപ്പിലാക്കുന്നതിനുള്ള നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി. 51A-ൽ 11 മൗലിക കടമകൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയെന്ന് നോക്കാം. A-ൽ പറയുന്നത് ഭരണഘടനയെ അനുസരിക്കുകയും അതിൻ്റെ ആദർശങ്ങളും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക.
രണ്ടാമത് സ്വാതന്ത്ര്യത്തിന് ഉത്തേജനം പകർന്ന ഉന്നത ആദർശങ്ങളെ പിന്തുടരുക. 3. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുക. 4. രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്രസേവനത്തിനും തയ്യാറാവുക. 5. മതം, ഭാഷ, പ്രദേശം, വിഭാഗം എന്നീ വൈരുദ്ധ്യങ്ങൾക്കതീതമായി എല്ലാവർക്കുമിടയിലും സാഹോദര്യം വളർത്താൻ ശ്രമിക്കുക. സ്ത്രീകളുടെ മാനതയെ ഹനിക്കുന്ന പ്രവൃത്തികൾ ഉപേക്ഷിക്കുക. 6. ഇന്ത്യയുടെ മഹത്തായ സംസ്കാര പൈതൃകത്തെ ബഹുമാനിക്കുക. 7. പരിസ്ഥിതി സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ജീവികളോട് അനുകമ്പ പുലർത്തുക. 8. ശാസ്ത്രീയ വീക്ഷണവും മാനവികതയും അന്വേഷണാത്മകതയും വികസിപ്പിക്കുക. 9. പൊതുസ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഉപേക്ഷിക്കുക. 10. എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി ഔന്നത്യത്തിൻ്റെ പാതയിൽ മുന്നേറാൻ സഹായിക്കുക. 11. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക. ഇവയാണ് 11 മൗലിക കടമകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഭേദഗതി വരുത്തുന്നതിനുള്ള നടപടിക്രമം നൽകിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഭാഗം 20. ഭരണഘടനാ വകുപ്പുകളിൽ മാറ്റം വരുത്തുകയോ പുതിയവ കൂട്ടിച്ചേർക്കുകയോ നിലവിലുള്ള ഏതെങ്കിലും വകുപ്പുകൾ റദ്ദാക്കുകയോ ചെയ്യുന്നതാണ് ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം 20. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 368. ആർട്ടിക്കിൾ 368 പ്രതിപാദിക്കുന്ന പ്രധാന വസ്തുതകളാണ്: ഭരണഘടന ഭേദഗതി ചെയ്യുന്നുള്ള അധികാരം പാർലമെന്റിനാണ്. ഭരണഘടനയിൽ ഒരു ഭാഗം കൂട്ടിച്ചേർത്തുകൊണ്ടോ നിലവിലുള്ള ഭാഗങ്ങൾ മാറ്റം വരുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ടോ ഭേദഗതികൾ നടത്താം. ഭരണഘടന ഭേദഗതി ചെയ്യുന്നുള്ള ബില്ല് ആദ്യം ലോകസഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കാം. ബിൽ ഓരോ സഭയിലും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കണം. അതായത് സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന അംഗങ്ങളിൽ 2 പേരുടെ പിന്തുണ ഉണ്ടാകണം. കൂടാതെ ഇത് സഭയിലെ മൊത്തം അംഗങ്ങളുടെ ഭൂരിപക്ഷമായിരിക്കുകയും വേണം. പാർലമെന്റിന്റെ ഇരുസഭകളും യഥാവിധി പാസാക്കിയ ശേഷം ബിൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അവതരിപ്പിക്കണം. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകണം. അദ്ദേഹത്തിന് ബിൽ തടയാനോ പാർലമെന്റിന് പുനഃപരിശോധനയ്ക്കായി ബിൽ തിരികെ അയക്കാനോ കഴിയില്ല. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ബില്ലിൽ പറഞ്ഞിട്ടുള്ള വ്യവസ്ഥകൾക്കനുസരിച്ച് ഭരണഘടന ഭേദഗതി ചെയ്യപ്പെട്ടതായി കണക്കാക്കും. ഇന്ത്യൻ ഭരണഘടനയിലെ 3 തരത്തിലുള്ള ഭേദഗതികളാണുള്ളത്. 1. അയവുള്ള ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയ ഭേദഗതി ചെയ്യുന്നതിന് അയവുള്ള ഭേദഗതി മതി. രണ്ടാമത്തേതാണ് ദൃഢമായ ഭേദഗതി. ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന്റെ ഇരുസഭകളിലെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഉദാഹരണത്തിന് മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശ തത്വങ്ങളൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. മൂന്നാമത്തെ അതിദൃഢമായ ഭേദഗതി. ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. ഉദാഹരണം കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം തുടങ്ങിയവയ്ക്ക് ഭേദഗതി വരുത്തണമെങ്കിൽ ഇരുസഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം തന്നെ പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടും കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുള്ളൂ. അതിനെ അതിദൃഢമായ ഭേദഗതി എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഭരണഘടനാ ഭേദഗതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂറുമാറ്റ വിരുദ്ധ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, 52-ാം ഭേദഗതി. 1985-ലെ 52-ാം ഭേദഗതിയിൽ പ്രതിപാദിക്കുന്ന വിഷയമാണ് കൂറുമാറ്റ നിരോധന നിയമം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂറുമാറുന്നത് തടയുവാൻ കൊണ്ടുവന്ന ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധന നിയമം. നേതൃത്വത്തിന്റെ നിർദ്ദേശം അവഗണിച്ച് സഭയിൽ ഹാജരാകാതിരിക്കുകയോ പാർട്ടി നിർദ്ദേശങ്ങൾക്കെതിരായി വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പാർട്ടി അംഗത്വം സ്വമേധയാ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരംഗം കൂറുമാറുന്നതായി പ്രഖ്യാപിക്കപ്പെടുന്നത്. ഒരംഗത്തിന് സഭാംഗത്വം നഷ്ടപ്പെടും. കൂടാതെ അദ്ദേഹത്തിന് മന്ത്രിപദം പോലുള്ള പദവികൾ വഹിക്കുന്ന യോഗ്യതയും ഇല്ലാതാകും. 52-ാം ഭേദഗതി പ്രകാരം പ്രധാനമായും മാറ്റം സംഭവിച്ച അനുച്ഛേദങ്ങളാണ്: അനുച്ഛേദം 102 പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യത, ആർട്ടിക്കിൾ 191 നിയമസഭാംഗങ്ങളുടെ അയോഗ്യത. 52-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികയാണ് 10-ാം പട്ടിക.
ഇത് രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സാമ്പത്തിക വളർച്ചയുടെ ക്ഷേമ ആഘാതം വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അളവുകോൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി HDI. മനുഷ്യവികസനത്തിന് 3 അടിസ്ഥാന ആവശ്യങ്ങളായ ആരോഗ്യം, അറിവ്, ജീവിത നിലവാരം എന്നിവയിലെ ഒരു രാജ്യത്തിൻ്റെ ശരാശരി നേട്ടങ്ങളുടെ സംയോജിത അളവുകോലാണ് HDI. ഇതിൻ്റെ മൂല്യം എന്ന് പറയുന്നത് 0-നും 1-നും ഇടയിലാണ്. 0 സൂചിപ്പിക്കുന്നത് ഒട്ടും വികസനമില്ലായ്മയും 1 സൂചിപ്പിക്കുന്ന ഏറ്റവും ഉയർന്ന വികസനത്തെയാണ്. ഒരു രാജ്യത്തിൻ്റെ വികസനം വിലയിരുത്തുന്നതിനുള്ള അത്യധിക മാനദണ്ഡം ജനങ്ങളും അവരുടെ കഴിവുകളുമാണെന്ന ആശയത്തിൽ നിന്നാണ് HDI രൂപപ്പെട്ടത്. HDI പബ്ലിഷ് ചെയ്യുന്നത് UNDP ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1990-ലാണ്. പാകിസ്ഥാനിലെ മെഹബൂബുൽ ഹക്കും ഇന്ത്യക്കാരനായ അമർത്യ സെനും കൂടെയാണ് ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. നിലവിൽ ഇന്ത്യയുടെ റാങ്ക് 2025-ലെ റാങ്കാണ് പറയുന്നത്. 193 രാജ്യങ്ങളിൽ 130-ാമത്തെ റാങ്കാണ് ഇന്ത്യക്കുള്ളത്. ലേറ്റസ്റ്റ് ഉള്ളത് 2025-ലെയാണ്, 26-ൽ പുറത്തു വിട്ടിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വാദം എ, നീതി ആയോഗ് താഴെത്തട്ടിലുള്ള ആസൂത്രണത്തിന് പ്രാധാന്യം നൽകുന്നു. കാരണം ആർ, സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാൻ ഭരണഘടനാപരമായ അധികാരമുണ്ട്. ഇതിൽ ആൻസർ ഓപ്ഷൻ സി ആണ്. എ ശരിയാണ്, പക്ഷെ ആർ തെറ്റാണ്. ഭരണഘടനാപരമായി സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക വിഭവങ്ങൾ അനുവദിക്കാനുള്ള ചുമതലയുള്ളത് ധനകാര്യ കമ്മീഷനാണ്. ആർട്ടിക്കിൾ 275 പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിനും ചില സംസ്ഥാനങ്ങൾക്ക് സഹായങ്ങൾ നൽകാൻ വ്യവസ്ഥയുണ്ട്. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ്: വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിനുള്ള പുരോഗതിയിലേക്ക് എത്തിക്കുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കുക, സുസ്ഥിര വികസനം ലക്ഷ്യങ്ങൾ നേടുക, സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തരാക്കുക. നീതി ആയോഗ് എന്നതിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ്. ഇതൊരു ഉപദേശക സമിതിയാണ്. ഇതിൻ്റെ അധ്യക്ഷൻ എല്ലായ്പ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ഇത് ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നു, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നു. ഇതിലെ അംഗങ്ങളാണ്: അധ്യക്ഷൻ പ്രധാനമന്ത്രി ആയിരിക്കും, എല്ലാ സ്റ്റേറ്റിലെയും മുഖ്യമന്ത്രിമാരുണ്ടായിരിക്കും, എല്ലാ യൂണിയൻ ടെറിട്ടറീസിലെയും ലഫ്റ്റനൻറ്റ് ഗവർണർമാരും ഇതിലെ അംഗങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചതിന് അറസ്റ്റിലായ ആദ്യ വനിത. ആൻസർ ഓപ്ഷൻ ബി ഈശ്വരി അമ്മാൾ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസിഡന്റിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 60 ഇന്ത്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിന് ഏറ്റവും മുതിർന്ന സുപ്രീം കോടതി ജഡ്ജിയെ നിയോഗിക്കുന്നു. ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 69. ഉപരാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് പ്രസിഡന്റാണ്. സുപ്രീം കോടതി ജഡ്ജിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതിയാണ്. ഗവർണറുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 159. ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ ആ കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരായിരിക്കും ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 73-ാം ഭേദഗതി നിയമം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 40. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4-ൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദങ്ങളിൽ ഒന്നാണ് അനുച്ഛേദം 40. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിക്കാൻ സ്റ്റേറ്റ് നടപടി സ്വീകരിക്കുന്നു എന്നും അവയെ സ്വയംഭരണ സ്ഥാപനങ്ങളായി പ്രവർത്തിക്കാനാവശ്യമായ അധികാരങ്ങൾ അവകാശങ്ങൾ നൽകണമെന്നും ആർട്ടിക്കിൾ 40-ൽ അനുശാസിക്കുന്നു. 1992 73-ാം ഭരണഘടനാ ഭേദഗതി നിയമം ആർട്ടിക്കിൾ 40-ൽ പ്രതിപാദിച്ചിരിക്കുന്ന ആശയം നടപ്പിലാക്കുന്നതിനാണ് ലക്ഷ്യമിട്ടത്. 1992-ൽ നിലവിൽ വന്ന 73-ാം ഭേദഗതി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതും 74-ാം ഭരണഘടനാ ഭേദഗതി നഗരപാലിക നിയമത്തെ സംബന്ധിച്ചുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗദ്യത്തിൽ രചിക്കപ്പെട്ട മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം എന്നറിയപ്പെടുന്ന കൃതി ഏത്? ആൻസർ ഓപ്ഷൻ എ വർത്തമാന പുസ്തകം.
മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണമാണ് വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകം എഴുതിയത് പാറാമേക്കൽ തോമാക്കത്തനാരാണ്. മലയാള ഭാഷ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് സംക്ഷേപ വേദാന്തം. മലയാള ഭാഷ അച്ചടിച്ച ആദ്യ പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. മലയാളത്തിലെ ആദ്യ സാഹിത്യ മാസികയാണ് വിദ്യാവിലാസിനി. മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യമാണ് വീണപൂവ്. മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് കുന്തലത, അപ്പു നെടുങ്ങാടിൻ്റെ കുന്തലത. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കണ്ടുകിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ ചുമർ ചിത്രം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ ചുമർ ചിത്രത്തിലെ വിഷയം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഗജേന്ദ്രമോക്ഷം. ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരം കൊട്ടാരം, കായംകുളത്ത്, ആലപ്പുഴയിലാണ്. ഗജേന്ദ്രമോക്ഷം ചുവർ ചിത്രത്തിൻ്റെ വിസ്തീർണം 154 ചതുരശ്ര അടിയാണ്.